ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്ച്ചോറാണ്. വെറും നെയ്ച്ചോറല്ല, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ രുചിയിലുള്ള നെയ്ച്ചോറാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് കൈമ റൈസ് അല്ലെങ്കിൽ ജീരശാല ജീര സംഭ എന്നൊക്കെ പറയും. കുഞ്ഞു റൈസാണത്. ഇതാണ് എടുക്കേണ്ടത്. ബസ്മതി അത്ര നന്നായിരിക്കില്ല. ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ശേഷം നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം, കുറച്ച് വെള്ളവും ചേർത്തിട്ട്. അങ്ങനെ എടുത്തതാണത്. നമ്മുടെ ഈ നെയ്ച്ചോറ് റെസിപ്പിക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ വെള്ളമാണ് യൂസ് ചെയ്യണത്. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് വെള്ളം മാത്രമായിട്ട് എടുക്കുക. ഈ പേസ്റ്റ് നമ്മൾ കളയൊന്നും വേണ്ട, വല്ല ഗ്രേവി റെസിപ്പീസിന് എടുക്കാം. ശേഷം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഈ റൈസ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓവർ റോസ്റ്റ് ആവാനും പാടില്ല, കളറ് മാറാനും പാടില്ല. കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് വെസലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറും യൂസ് ചെയ്യുക. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീഫ് ഒന്ന് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. പച്ചമുളക് ഇടാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഓവർ സോട്ടാവാനും പാടില്ല. ഇത് ഈ ഒരു പരുവത്തിൽ വേണം നിർത്താനായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ വെള്ളം. നമ്മളിവിടെ പേസ്റ്റ് ചേർക്കുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് അരിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല. ഇത് ഒരുപാടായിട്ട് ഇടാൻ പാടില്ല, വളരെ ഒരു പിഞ്ചേ ഇടാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ച് വയ്ക്കുക. പ്രഷർ കുക്കറിലാണെങ്കിൽ 1 വിസിൽ മതി. 1 വിസിൽ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിസിൽ വരുമ്പോഴേക്കും അത് നിർത്തണം. എന്നാലേ കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി വരുള്ളൂ. കറക്റ്റായിട്ടുള്ള വേവായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അടച്ച് വയ്ക്കാം. ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂവും മുന്തിരിയൊക്കെ ഇടാം. ഞാൻ കാഷ്യൂ മാത്രമേ ഇടുന്നുള്ളൂ. ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. സവാളയും ഒന്ന് റോസ്റ്റ് ചെയ്യണം. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് സവാളയും ഉപ്പും കൂടെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം വേണം സവാള നെയ്യിലോട്ട് ഇടാനായിട്ട്. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇടണത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് ഇങ്ങനെ. ഞാൻ ഇന്ന് നെയ്ച്ചോറിൻ്റെ ഒപ്പം പനീർ മട്ടർ മസാലയാണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ചിക്കൻ, മട്ടൻ, ബീഫൊക്കെ യൂസ് ചെയ്യണവർ അതിൻ്റെ കൂടെയും കഴിക്കാം. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ നെയ്ച്ചോറ് റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം, എന്നാലേ ഇതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണോട് കൂടി തന്നെ. താങ്ക് യു ഓൾ.